ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ കൊള്ളക്കാർ നുഴഞ്ഞുകയറിയാൽ അത് ജനങ്ങളെയും രാജ്യത്തെയും ബാധിക്കുമോ? അതെ, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ കൊള്ളക്കാർ നുഴഞ്ഞുകയറിയാൽ അത് ജനങ്ങളെയും രാജ്യത്തെയും വിവിധ രീതികളിൽ കാര്യമായി ബാധിക്കും. പരിഗണിക്കേണ്ട ചില പ്രധാന പോയിന്റുകൾ ഇതാ. 1. വിശ്വാസത്തിന്റെ ശോഷണം. ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ക്രിമിനലുകൾ നുഴഞ്ഞുകയറുന്നത് രാഷ്ട്രീയ വ്യവസ്ഥയിലുള്ള പൊതുവിശ്വാസം ഇല്ലാതാക്കും. തങ്ങളുടെ പ്രതിനിധികൾ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നവരോ അഴിമതിക്കാരോ ആണെന്ന് പൗരന്മാർക്ക് തോന്നിത്തുടങ്ങിയേക്കാം. ഇത് രാഷ്ട്രീയ പ്രക്രിയകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനും സാമൂഹിക കരാറിനെ കൂടുതൽ ഇല്ലാതാക്കുന്നതിനും ഇടയാക്കും. 2. നയസ്വാധീനം. കൊള്ളക്കാരോ ക്രിമിനൽ ഘടകങ്ങളോ അവർക്ക് അനുകൂലമായ നയങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചേക്കാം. അത് അഴിമതിയിലേക്ക് നയിച്ചേക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടി ക്രിമിനൽ താൽപ്പര്യങ്ങളാൽ വഴങ്ങുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നതോ പൊതുസുരക്ഷയെ ദുർബലപ്പെടുത്തുന്നതോ ആയ നിയമനിർമ്മാണത്തിൽ കലാശിച്ചേക്കാം. 3. തിരഞ്ഞെടുപ്പിലെ സ്വാധീനം. ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിലെ ക്രിമിനൽ ഘടകങ്ങളുടെ സാന്നിധ്യം തിരഞ്ഞെടുപ്പിനെ വഴിതെറ്റിച്ചേക്കാം. രാഷ്ട്രീയ പാർട്ടികൾ കൈക്കൂലിയോ ബലപ്രയോഗമോ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അത് തെരഞ്ഞെടുപ്പിന്റെ നീതിയെ ബാധിക്കുകയും യഥാർത്ഥ ജനഹിതം പ്രതിനിധീകരിക്കാത്ത സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. 4. പൊതുസുരക്ഷ. കുറ്റവാളികൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ സ്വാധീനം ചെലുത്തുകയാണെങ്കിൽ അത് കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനും പൊതുസുരക്ഷയിൽ പൊതുവായ ഇടിവുണ്ടാക്കുന്നതിനും ഇടയാക്കും. നിയമനിർവഹണത്തിനും സമൂഹ സുരക്ഷയ്ക്കും മേൽ ക്രിമിനൽ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് സമൂഹത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. 5. സാമൂഹിക വിഭജനം. രാഷ്ട്രീയ സ്ഥാപനങ്ങൾക്കുള്ളിലെ ക്രിമിനൽ നുഴഞ്ഞുകയറ്റത്തിന്റെ വെളിപ്പെടുത്തൽ സമുദായങ്ങളെ ധ്രുവീകരിക്കും. ഇത് വിവിധ സാമൂഹിക ഗ്രൂപ്പുകൾക്കിടയിൽ പിരിമുറുക്കങ്ങൾക്കും ഭിന്നതകൾക്കും ഇടയാക്കും. ഇത് പ്രതിഷേധങ്ങളിലോ അക്രമത്തിലോ പൗരന്മാർക്കിടയിലുള്ള അവിശ്വാസത്തിന്റെ പൊതു അന്തരീക്ഷത്തിലോ പ്രകടമാകും. 6. അന്താരാഷ്ട്ര പ്രശസ്തി. വിശാലമായ തോതിൽ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കുള്ളിൽ സംഘടിത കുറ്റകൃത്യങ്ങൾ നടക്കുന്നതായി കണ്ടാൽ പ്രശസ്തിക്ക് കേടുപാടുകൾ സംഭവിക്കാം. ഇത് വിദേശ ബന്ധങ്ങൾ, വ്യാപാര ഇടപാടുകൾ, വിവിധ വിഷയങ്ങളിൽ അന്താരാഷ്ട്ര സഹകരണം എന്നിവയെ ബാധിക്കും. 7. നിയമപരമായ അനന്തരഫലങ്ങൾ. നുഴഞ്ഞുകയറ്റം ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തിഗത രാഷ്ട്രീയക്കാർക്കും പാർട്ടി മൊത്തത്തിലും നിയമപരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും. അന്വേഷണങ്ങൾക്കും സാധ്യതയുള്ള പ്രോസിക്യൂഷനുകൾക്കും ഭരണത്തിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിപ്പിക്കാനും രാജ്യത്തെ ആഭ്യന്തര കുഴപ്പങ്ങൾ കൈകാര്യം ചെയ്യുന്നതായി സ്ഥാപിക്കാനും കഴിയും. ചുരുക്കത്തിൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കുള്ള കൊള്ളക്കാരുടെ നുഴഞ്ഞുകയറ്റം ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുകയും ജനാധിപത്യ പ്രക്രിയകളെ തുരങ്കം വയ്ക്കുകയും ചെയ്യും. ഇത് ഭരണം, പൊതുവിശ്വാസം, സുരക്ഷ, സാമൂഹിക ഐക്യം എന്നിവയെ ബാധിക്കുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുന്നു.